ഗാന്ധിജിയുടെ ജീവിതം നമുക്കതുപോലെ പകർത്താൻ പറ്റില്ല. അത് അദ്ദേഹത്തിന് മാത്രമേ പറ്റൂ. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ പലതും നമുക്ക് പാലിക്കാം. നമുക്ക് കള്ളുകുടിക്കാതിരിക്കാമല്ലോ. അത് പാലിക്കാൻ വളരെ വിഷമമുള്ള കാര്യമൊന്നുമല്ലല്ലോ. കള്ളുകുടിയന്മാർക്കും അത് വിഷമിക്കേണ്ട കാര്യം. കുറച്ച് ദിവസമൊക്കെ വേണ്ടാന്ന് വെച്ചാൽ അങ്ങ് നിൽക്കും. ആരോഗ്യത്തിന് നല്ല കുടിക്കാതിരിക്കുന്നത്. കള്ളം പറയാതിരിക്കാമല്ലോ. ഗാന്ധിജിക്ക് കള്ളം പറയാതിരിക്കാം, നമുക്ക് പറയാതിരിക്കാം. അങ്ങനെ എന്തെല്ലാം നമുക്ക് വർഗീയത പറയാതിരിക്കാമല്ലോ. മുസ്ലിങ്ങളെ ഹറാമായിട്ട് തള്ളാതിരിക്കാമല്ലോ. അവർ രാജ്യത്തെ ജനങ്ങളല്ലേ, 10-22 കോടിയല്ലേ അവർ. നിങ്ങളത് ചിന്തിച്ചു നോക്ക്. ആ വിഭജനത്തിന് ഗാന്ധിജി എതിരായിരുന്നു. ഗാന്ധിജി വിഭജനത്തോട് ചോദിച്ചിട്ടില്ല. ഗാന്ധിജിയുടെ ഒപ്പുവെക്കാനൊന്നും പോയതുമില്ല. പാകിസ്ഥാനും ബംഗ്ലാദേശും ഇന്ത്യയും കൂടി ഒരുമിച്ചായിരുന്നെങ്കിൽ എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിപ്പോ. ഇവിടെ 140 കോടി, ഇപ്പൊ 20-25 കോടിയുണ്ട് പാകിസ്ഥാനിൽ, 10-22 കോടിയാണ് ബംഗ്ലാദേശിൽ. അപ്പൊ എത്രയായി? ഏതാണ്ട് 200 കോടി ജനങ്ങളുള്ള ലോകത്തെ ഏറ്റവും വലിയ രാജ്യം. അങ്ങനെ ഒരു രാജ്യം ഉണ്ടാകാതിരിക്കാനാണ് ബ്രിട്ടീഷുകാർ ഇതിനെ ഭിന്നിപ്പിച്ചത്. അവരാണ് ഇതിനെ വിഭജിച്ചത്. എല്ലാവരും സ്വയംവിമർശനം നടത്തേണ്ടതാണ്. അന്നുണ്ടായിരുന്നവരെല്ലാം അതിനോട് യോജിച്ചില്ലേ? ഗാന്ധിജി അതിനോട് യോജിച്ചില്ല. അദ്ദേഹത്തിന് അടിപിടിക്കൊന്നും പോകുന്ന ആളല്ലാത്തതുകൊണ്ട് അദ്ദേഹം മാറി അങ്ങ് നടന്നു, അത്രയേ ഉള്ളൂ. അധികാരത്തിൽ പങ്കുപറ്റാനും പോയില്ല. പക്ഷെ അധികാരം നിലനിർത്തേണ്ടത് ആവശ്യമാണ്. അധികാരം ഭരിക്കാൻ ആൾ വേണ്ടേ? അപ്പോൾ ഒരുപാട് നല്ല കാര്യങ്ങൾ അദ്ദേഹത്തെ നമുക്ക് സ്വീകരിക്കാം. ശ്രീനാരായണ ഗുരുവിൽ നിന്ന് ഒരുപാട് തത്വചിന്തകൾ സ്വീകരിക്കാം. അങ്ങനെ സമൂഹത്തെ നമുക്ക് ശ്രീനാരായണ ആദർശങ്ങളാലും ഗാന്ധിജിയുടെ ആദർശങ്ങളാലും മറ്റ് വിപ്ലവകരമായ മറ്റ് നല്ല ആദർശങ്ങളാലും മാർക്സിസം അടക്കം സമ്പന്നമാക്കിക്കൊണ്ടിരിക്കണം. അത് പഠിക്കണമല്ലാതെ പറ്റില്ല. കഴിഞ്ഞ 10-25 വർഷമായി നമ്മുടെ കേരളത്തിലാണ് ഏറ്റവും വിദ്യാസമ്പന്നമായ സംസ്ഥാനം. എല്ലാത്തിനും മുമ്പിലല്ലേ നമ്മൾ, എന്നല്ലേ നമ്മൾ അവകാശപ്പെടുന്നത്. ഇവിടെ എന്താ നടക്കുന്നത്? അച്ഛൻ അമ്മയെ കൊല്ലുന്നു, അമ്മ മകനെ കൊല്ലുന്നു, മകൻ പെങ്ങളെ കൊല്ലുന്നു. എന്താ ഇവിടെ നടക്കുന്നത്? ഇവിടെ എന്താ നടക്കുന്നത്? 10-25 വർഷമായി. ഓരോ വർഷവും ഓരോ ദിവസവും ശക്തിപ്പെട്ട് വരികയല്ലേ. നമ്മളതേപ്പറ്റി ചിന്തിക്കുന്നുണ്ടോ? ശ്രീനാരായണ ഗുരുവിനും മഹാത്മാഗാന്ധി എന്ന് അവൻ ആദരിക്കുകയും അവരെപ്പറ്റി ചർച്ച ചെയ്യുകയും ചെയ്യുമ്പോൾ അവർ പറഞ്ഞത് എന്തെങ്കിലും ആണോ ഇത്? എന്തുകൊണ്ട് നമ്മുടെ സാമൂഹ്യ ശ്രേണിയിൽ ഈ മനോരോഗം സംഭവിക്കും? മനോരോഗമാണ്. അസൂയ, മറ്റൊരാളെ പറ്റിയുള്ള ബഹുമാനമില്ല, അസൂയയാണ്. ഒന്നുകിൽ കൊന്നുകളയുക, അല്ലെങ്കിൽ ആക്ഷേപിക്കുക, അല്ലെങ്കിൽ ചവിട്ടിയരയ്ക്കുക, അല്ലെങ്കിൽ അവരുടെ തലയെ കൂടെ കുതിച്ച് ചാടുക. എങ്ങനായാലും മറ്റുള്ളയാളെ പരാജയപ്പെടുത്തണം. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം മഹാത്മാഗാന്ധി പറഞ്ഞ ആണമല്ല. ഉന്നത വിദ്യാഭ്യാസം, ഉന്നത ശ്രേണി പല മാതൃഭാഷയിലായിരിക്കണം വിദ്യാഭ്യാസം എന്ന് മഹാത്മാഗാന്ധി പറഞ്ഞു. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ അന്ന് കേരള യൂണിവേഴ്സിറ്റി ഒറ്റ കേരള യൂണിവേഴ്സിറ്റിയേ ഉള്ളൂ. അവർക്കൊരു പബ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടെന്ന് തോന്നുന്നു, അതിനകത്ത് അവർ ഉപന്യാസ മത്സരം നടത്തി. എൻ്റെ വിഷയം ഉന്നത വിദ്യാഭ്യാസവും മാതൃഭാഷ എന്നാണ്. ഞാനൊരു ലേഖനം എഴുതി അയച്ചു. വന്ദനം കോളേജ് ഞാൻ സെക്കൻഡ് ഇയർ BA പഠിക്കുക. എനിക്ക് 1ാം സമ്മാനം കിട്ടി. ഞാൻ ഗാന്ധിജിയായി ഉദ്ധരിച്ചത് വിദ്യാഭ്യാസത്തിൻ്റെ എല്ലാ ശ്രേണികളും ഉന്നത ശ്രേണി വരെ മാതൃഭാഷയിലായി. പക്ഷേ ഇതങ്ങനല്ലേ? അവരല്ലേ ശൂന്യാകാശ ആദ്യമായിട്ട് സാഹിബിൻ്റെ ഭാഷയിൽ സംസാരിച്ചാലേ ശൂന്യാകാശ സ്വഭാവം എന്നാലും പറഞ്ഞു. റഷ്യക്കാരാണ് പോയത്. അതേപറ്റി രസകരമായൊരു കഥയുണ്ട്. അവിടെ ചെന്ന് ആദ്യം പട്ടിയല്ലേ അയച്ചത്. പട്ടി അവിടെ വെച്ച് കുറച്ച് ഏത് ഭാഷയിലാണ് കുറച്ചതെന്നാണ് ചർച്ച. റഷ്യക്കാർ പറഞ്ഞ് ഞങ്ങളുടെ ഭാഷയിലാണ് ഞങ്ങളുടെ പട്ടി കുറച്ചത്. പിന്നെ മനുഷ്യൻ പോയി, യൂറികാരൻ പോയി, വലന്റീന തെരസ്കോവ് പോയി. ഇന്നിപ്പോൾ എല്ലാവരും പോയിക്കൊണ്ടിരിക്കുക. ഇന്ത്യക്ക് നല്ല പവറായി വരികയാണ്. നമ്മളിത് സ്വന്തമായി ആളിനെ അയച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ. അമേരിക്കയുടെ സഹായത്തോടൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പോൾ വലിയ പുരോഗതി തന്നെ ഉണ്ടാകുന്നത്. ഇതെല്ലാം ശരിയാണ്. പക്ഷേ ഇവിടെ ജീവിക്കുന്ന മനുഷ്യർക്ക് എല്ലാവർക്കും ശൂന്യാകാശമൊന്നും പാനക്കില്ല. വഴക്കം വയ്യാവർ യുദ്ധവും നടന്ന മനുഷ്യർ ശൂന്യാകാശവും യുദ്ധം നടത്തത്തില്ലെന്ന് എന്താ ഉറപ്പ്? അവിടെ യുദ്ധം നടത്തിയാൽ ഈ പ്രപഞ്ചം മുഴുവൻ ഇല്ലാതായി പോകും. കാരണം ഒരു പ്രത്യേക ക്രമത്തിലാണ് നിൽക്കുന്നത്. എല്ലാം ഇല്ലാതായി പോകും. അപ്പൊ ഇത്തരം ചിന്താഗതികളൊക്കെ മഹാത്മാഗാന്ധി അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുവിൽ നിന്ന് നമുക്ക് അനോട്ടേറ്റ് ചെയ്തെടുക്കാം. ഇതിനെപ്പറ്റി ശൂന്യാകാശത്തെ പറ്റി ഒന്നും പറഞ്ഞില്ലെങ്കിലും അവരെ പറ്റിയുള്ള സംവാദം നമുക്ക് എന്നും ആവശ്യമാണ്. അത് നമ്മുടെ മാനസികാരോഗ്യവും സാമൂഹികാരോഗ്യവും രാഷ്ട്രീയാരോഗ്യവും നാടിൻ്റെ ദേശാഭിമാന ഭരിതമായ ആരോഗ്യവും നിലനിർത്തും. മാനവികത നിലനിർത്തും. സത്യം നിലനിർത്തും.